ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തന്റെ കിഴിയിലേക്ക് പോവാം. യെസ്, ആഘോഷിക്കാം. ഓ നമുക്ക് എന്നും ആഘോഷമല്ല. ആഘോഷത്തിന് ഒരു കുറവില്ല കേട്ടോ. ഇന്നലെ നമ്മുടെ പുഷ്പ സിനിമയുടെ ഫീലിംഗ് സോങ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിയാക്ഷൻ ഞങ്ങൾ ഇട്ടുണ്ടായിരുന്നു. നിർത്തി ചെയ്യാതെ വേറെ നിവൃത്തി ഇല്ലാഞ്ഞിട്ടാണ് അതങ്ങനെ ചെയ്തത്. നിങ്ങൾ നിർത്തി ഞങ്ങളെ തെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ്. അതെ, പിന്നെ അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സോങ്, ഭയങ്കരമായിട്ട്. പിന്നെ അതിൽ മലയാളത്തിൽ കേൾക്കുമ്പോൾ അതിൻ്റെതായ അർത്ഥങ്ങളുണ്ടല്ലോ, അതിൻ്റെതായ പോരായ്മകൾ ആഴത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞെന്നുള്ളൂ, അത് രസമായിട്ട് പറഞ്ഞെന്നുള്ളൂ. എന്ന് കരുതി ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല. ഓക്കെ, ഫസ്റ്റ് വൺ ധീരൻ സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. ഇത് ദേവദത്ത് ഷാജി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ ദേവദത്ത് ഷാജി. അറിയാലോ, നല്ലതാട്ടെ അല്ലേ? അതെ, നമ്മുടെ ഭീഷ്മപർവം സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ്. അടുത്തത് വാടിവാസൽ സിനിമയുടെ ഷൂട്ട് ഏപ്രിൽ 2025 തുടങ്ങും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. ഏത് മാസം? ഏപ്രിൽ എന്താണ് വരട്ടെ. ക്ഷീണം മാറ്റണമെങ്കിൽ ഇതൊക്കെ തന്നെ വരണം. സൂര്യ 44 വെട്രിമാരൻ മൂവി ഇതൊക്കെ വന്നാലേ ഒന്ന്. വെട്രിമാരൻ കൊണ്ടുവന്ന ഉറപ്പായിട്ടും വേറെ സാധനം കൊണ്ടുവരും കൂടെ, നാഷണൽ അവാർഡ് കൊണ്ടുവരും. ഓക്കെ, അടുത്ത കിഴി. അത് കങ്കുവൊക്കെ ഉണ്ടായ എല്ലാ ക്ഷീണവും മാറ്റും. അതാ പറഞ്ഞ ആ ക്ഷീണം മൊത്തം അത് സൂര്യ 44 മാറ്റിക്കോളും. കാർത്തിക് സുബ്രാജ്. അതെ, കാർത്തിക് സുബ്രാജാണല്ലോ. എങ്ങനെ നടന്മാരെ യൂസ് ചെയ്യണം എന്നുള്ളത് അറിയുന്ന ചില സംവിധായകരുണ്ട്, അവർക്ക് വേണം കൊടുക്കാൻ ഡേറ്റ്. സത്യം. ഓക്കെ, അടുത്ത കിഴി. വിടാമുയർച്ചി സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഡിസംബർ 2nd വീക്കോടെ വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. ടീസർ ആൾറെഡി വന്നു. ഇനി സെക്കൻഡ് സിംഗിളാണ് വരാൻ പോകുന്നത്. ഫസ്റ്റ് സിംഗിളാണ് വരാൻ പോകുന്നത്. ഈ സിനിമക്ക് മൊത്തത്തിൽ 3 സോങ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടത്. ഡിസംബർ 15 ഇതിൻ്റെ അടുത്ത ഷൂട്ട് തുടങ്ങും. 7 ദിവസത്തെ ഷൂട്ടാണ് ആ ഒരു ഷെഡ്യൂളുള്ളത്. ഇതൊക്കെ ബാക്കി വെച്ചിട്ടാണോ ഈ കിടന്ന് എങ്ങനെ പൊങ്കലിന് റിലീസ് ചെയ്യുന്നുള്ളതാണ്. അതെന്തായാലും മാറുവേ, ഗുഡ് ബാഡ് അഗ്ലി തന്നെ വരും. അടുത്തത് മഡ്ക സിനിമയുടെ OTT ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസംബർ 5 ആമസോൺ പ്രൈമിൽ. വരുൺ തേജ് നായകനായിട്ട് വന്ന സിനിമയാണ്. വമ്പൻ ഫ്ലോപ്പായിരുന്നു, വമ്പൻ ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമ. തീരുമാനമായി കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഡിസാസ്റ്റർ ആയിപ്പോയി, ഭയങ്കര അതിന്റെ സ്റ്റോറി ലൈനൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. അതല്ല KGF എന്ന് പറയാൻ പറ്റില്ല, വേറൊരു സംഭവം. ഒരു നാട്ടിൽ പോകുന്നു, അവിടെ വൻ സെറ്റപ്പ് ആവുന്നു. പക്ഷെ മേക്ക് ചെയ്തേക്കുന്ന കോലമായിരിക്കും, കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട്. പക്ഷെ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. തെലുങ്ക് ചാനലിലൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞു കേൾക്കണം. എന്തായാലും ആളുടെ അതിനു മുൻപുള്ള സിനിമകളും പരാജയം തന്നെയായിരുന്നു. അപ്പൊ കുഴപ്പമില്ല. അല്ല, അപ്പൊ ആ ആൾക്ക് വേണ്ടി ഇത്രയും പൈസ മുടക്കുക എന്ന് പറയുമ്പോഴേ ശരിയാണ്. അടുത്തത് സിക്കന്ദർ, AR മുരുകദോസ്, സൽമാൻ ഖാൻ മൂവി. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുന്നുണ്ട്. ഡിസംബർ 27 ഡിസംബർ 27 പ്രത്യേകത. സല്ലു ബർത്ത്ഡേ ആണോ? ആയിരിക്കും, അത് നമ്മൾ നോക്കിയിട്ടില്ല. മേ ബി അങ്ങനെ ആവാം, അല്ലെങ്കിൽ അങ്ങനെ. ഇതൊക്കെ നോക്കാതെയാണോ വന്നിട്ട് ചലക്കുന്നതെന്ന് ചോദിക്കും. ഡിസംബർ 27 ഫസ്റ്റ് ലുക്ക് വരും, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ അപ്ഡേറ്റ്. അടുത്തത് ബോഗെയിൻവില്ല സിനിമയുടെ OTT റിലീസ് ഡിസംബർ 13 സോണി ലിവിൽ. ഓക്കെ, അമൽ നീരദ് ഒരുക്കിയ സിനിമയാണ്. ചാക്കോച്ചൻ നായകൻ, അല്ല വില്ലൻ. നായിക ജ്യോതിർമയി. പിന്നെ എവിടെയോ ഒരു ആവശ്യമില്ലാത്ത ഒരു നടനുണ്ടായിരുന്നു അതിൽ, വെറുതെ. അമൽ നീരദിന് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് വിളിച്ചതാണ്. തിരിച്ചും വിളിച്ചല്ലോ, അതുകൊണ്ട് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്ത അമരൻ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് വരുന്നത് അമരൻ. ഓക്കെ, ഡിസംബർ 5. ഇത് ആൾറെഡി ഇതിൻ്റെ HD ഒക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവാം. ശിവകാർത്തികേയന്റെ ഫസ്റ്റ് 300 കോടി ക്ലബ്ബ് നേടിയ സിനിമ അല്ലേ? ഗംഭീര പടം, 300 കോടി. അടുത്തത് സൂര്യ 45 സിനിമയിലേക്ക് ഇന്ദ്രൻസ് അനഘ രവി ഓൺ ബോർഡ് ആയിട്ടുണ്ട് കേട്ടോ. അനഘ രവി
നമ്മുടെ ശരിക്കും കാതൽ ദ കോർ സിനിമയിലെ ജ്യോതികയുടെ മകളായിട്ട് അഭിനയിച്ച കുട്ടിയാണ്. അപ്പോൾ ജ്യോതിക പിന്നെ ഉറപ്പല്ല. വേറെ കാര്യം എന്താ പറയുക, ഈ സൂര്യന്റെ സിനിമകളിലാണ് എനിക്ക് തോന്നുന്നു കൂടുതലും മലയാളി. ഇപ്പൊ സൂര്യ 44-ല് ജോജു ജോർജ്, പിന്നെ ആരായിരുന്നു പേരുണ്ടായിരുന്നല്ലോ, മറന്നുപോയല്ലോ. കുറെ പേരുണ്ട്. യെസ്, അതേപോലെ തന്നെ ഇപ്പൊ 45-ലും ഇതാ വരുന്നു. തെറ്റില്ല, സംഭവം ഉണ്ട്. അതെ, ഇനിയിപ്പോ കങ്കുവായാലും അതിലുണ്ട് ഒരുപാട് മലയാളം. അതും ശരിയാ. ഓക്കെ, അടുത്ത കിഴി എന്താലേ കങ്കുവിന്റെ ഇത് ലീക്കായിട്ടുണ്ടല്ലോ HD. ശേഷം ട്രോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. ഫ്രാൻസിസിന്റെ ഒക്കെ ക്യാരക്ടറിന്റെ ട്രോളൊക്കെ വരുന്നത് എന്റെ മോനെ, അതിപ്പോ കാണുമ്പോ മൊബൈൽ സ്ക്രീൻ കാണുമ്പോ തല്ലി പൊട്ടിച്ചു കളയാൻ തോന്നുന്നു. നായകനും നായികനും കാഞ്ചു കൂട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കായിരുന്നു അല്ലേ ഇത് പെട്ടെന്നൊന്ന് OTT വരണേന്ന്. കാരണം എന്താ അറിയോ, ഇത് കാണാത്തവര് നമ്മളിങ്ങനെ കളിയാക്കുന്നത് കാണുമ്പോഴേ ഇവർക്ക് എന്തത്ര പ്രശ്നം എന്നൊക്കെ തോന്നും. അവര് ചിന്തിക്കുന്ന അങ്ങനെയായിരിക്കും, പക്ഷെ കണ്ടു കഴിയുമ്പം അവര് നമ്മുടെ കൂടെ നിന്ന് ചിന്തിക്കും. അത്രേ ഉള്ളു. അമ്മാതിരി സാധനല്ലേ. അതെ. ഓക്കെ, അടുത്ത കിഴി ദളപതി റീ റിലീസ് വരുന്നുണ്ട്. 4K വേർഷനിലായിട്ട് വരുന്നത്. ഡിസംബർ 12-ാം തീയതി ഇത് റിലീസിനെത്തും. അറിയാലോ, തലൈവർ ബർത്ത്ഡേ ആണ്. എന്താണെങ്കിലും മമ്മൂക്കയും രജനികാന്തും ഒരുമിച്ച സിനിമയാണ്. മണിരത്നത്തിന്റെ ഒരു ക്ലാസിക് മൂവി. അടുത്തത് എമ്പുരാൻ സിനിമയുടെ ബാക്കപ്പ് സ്റ്റിൽസ് കുറെ എണ്ണം ഉണ്ട്, ഇഷ്ടം പോലെ പല തരം പല വലുപ്പത്തിൽ. അതെ. ഓക്കെ, ഇതിന്റെ ടീസറും ട്രെയിലറൊക്കെ വരുന്ന ദിവസം അതൊരൊന്നര സംഭവം. ഉത്സവം എന്നൊക്കെ പറയില്ലേ, അത് ചിന്തിച്ചിട്ട് ഇപ്പോഴേ നിന്ന് പോകുന്നു ശരീരം. ടീസറൊക്കെ വരുന്ന ദിവസം ഭീകരായിരിക്കും കേട്ടോ. അന്ന് സോഷ്യൽ മീഡിയ കത്തും. ഓക്കെ, അടുത്ത കിഴി എന്തല്ലേ ഭീകരല്ലേ, ചിന്തിക്കാൻ പറ്റൂല. സൂര്യ 44 സിനിമയുടെ ടൈറ്റിൽ ടീസർ വരുന്നുണ്ട്. ഡിസംബർ 5-ാം തീയതി ഇത് വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, കാർത്തിക് സുബ്രാജ് സൂര്യ മൂവി ഒഫീഷ്യലി വന്നിട്ടില്ല, എന്നാലും ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല കേട്ടോ. റൂമർ അറിഞ്ഞു കേൾക്കുന്നത് ഡിസംബർ 5 തന്നെയാണ്. എന്തായാലും ഇന്നത്തെ കിഴി ഫുള്ള് സൂര്യാണല്ലോ. വാടിവാസല് സൂര്യ 45, സൂര്യ 44. അതെ. അടുത്തത് പിന്നെ കങ്കുവിനെ കുറിച്ച് അപ്പൊ നാളായി. ഓജി സിനിമയുടെ നെക്സ്റ്റ് ഷെഡ്യൂള് ബാങ്കോക്കിലാണ് കേട്ടോ. ഡിസംബർ 1st വീക്ക് ഷൂട്ട് തുടങ്ങും എന്നാണ് കേൾക്കുന്നത്. അടുത്ത മഹാരാജ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. പേര് പോലെ തന്നെ മഹാരാജയായി ശരിക്കും പാൻ ഇന്ത്യൻ അല്ലേ? പാൻ വേൾഡ് ആയി. ചൈനയില് ഇത് റിലീസായിട്ടുണ്ടായിരുന്നു. വളരെ മികച്ച അഭിപ്രായമാണ്. എത്ര സ്ക്രീനിലാണ്? 4000 സ്ക്രീനിലാണ് ചൈനയിൽ റിലീസ് ചെയ്തത്. 4000 സ്ക്രീൻ. വൻ അഭിപ്രായമാണ്. ഇപ്പൊ ജപ്പാനിലേക്ക് റിലീസ് ചെയ്യുന്നു. ഡേറ്റ് വന്നിട്ടില്ല, അടുത്ത് തന്നെ ഉണ്ടാവും. എന്താ 4000 സ്ക്രീനിലൊക്കെ ഒരു രാജ്യത്ത് റിലീസ് ചെയ്യാന്ന് പറഞ്ഞാലേ. അതെ, ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് 700 കോടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ടോട്ടൽ കളക്ഷൻ. ചെറുക്കൻ പോയ പോക്കേ, അത് എന്തൊരു കിടല സാധനം. അതൊരു സത്യം. ചെയ്ത നല്ല സാധനമാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്, അത്രേ ഉള്ളൂ. അടുത്തത് ഹൃദയപൂർവ്വം സിനിമയുടെ മ്യൂസിക് റെക്കോർഡിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ലാലേട്ടനും സത്യനന്ദിക്കാട് ഒരുമിക്കുന്ന സിനിമയാണ്. ഒരു പിക്ക് പുറത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കിഴി എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.